ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ വന്നിട്ട് ഒരു ചായ ഇടാനായിട്ട് പാല് അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ അവിടെ സാമ്പാറിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പച്ചക്കറി എല്ലാം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പാല് തിളയ്ക്കുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മോൾക്ക് സ്കൂളിലത്തേക്ക് ദോശയും സാമ്പാറും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാല് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് തേയിലയും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് ശേഷം ഞാൻ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ചായ അരിച്ച് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ സാമ്പാർ വയ്ക്കാനുള്ള മസാലാസ് എല്ലാം ആഡ് ചെയ്ത് കുക്കറിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനിടയിൽ കൂടെ ഞാൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ചായ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചായയും കുടിക്കും ജോലിയും ചെയ്യും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അവിടുത്തെ ക്ലീനും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിനിടയിൽ കൂടെ പാത്രം കഴുകാനുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അത് ഞാൻ കഴുകാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കുക്കർ ഞാൻ ഫിസിലൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിലൊരു 2-3 വിസിൽ കേൾക്കുന്ന വരെ വെയിറ്റ് ചെയ്യും. ആ ടൈമിൽ ഞാൻ അപ്പുറത്ത് സിങ്കിനകത്ത് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ പാത്രം എല്ലാം വാഷ് ചെയ്ത് മാറ്റുന്നുണ്ട്. എനിക്കാണെങ്കിൽ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴപ്പോഴും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്തെടുത്താലും അപ്പം തന്നെ ഞാനത് ക്ലീൻ ചെയ്തിടും. അപ്പോൾ കുക്കറിൽ വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം മാവെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ ഇന്ന് ദോശയും സാമ്പാറും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കൂടെ അതിനിടയിൽ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2-3 വിസിൽ കേൾപ്പിക്കണം. അപ്പോഴത്തേക്ക് സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കടു താളിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡിയായതിൻ്റെ ഇടയിൽ ഞാൻ ദോശയുടെ മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ദോശയൊക്കെ ചുട്ട് റെഡിയാക്കുന്നുണ്ട്. മോൾക്ക് പെട്ടെന്ന് പോകാനായിട്ട് ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തിക്ക് വേണ്ടുന്ന തേങ്ങയൊക്കെ ചിരകി ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ താങ്ക് യു ഫോർ